ഇനി അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കൺസർവേറ്റിസം കോൺസെപ്റ്റ് ആണ്. ഇതിനെ നമുക്ക് പ്രൂഡൻസ് കോൺസെപ്റ്റ് എന്നും പറയാം. രണ്ടുപേരും പഠിച്ചു വെക്കണം. The concept of conservatism requires that profit should not be recorded until realized. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നത് വരെ അത് റെക്കോർഡ് ചെയ്യണമെന്നില്ല. ഓക്കെ, ബട്ട് all losses, even those which may have possibility, are to be provided for in the books of accounts. അതായത് പ്രോഫിറ്റ് ഇപ്പോൾ ഉണ്ടായിട്ടില്ല, പക്ഷെ ഫ്യൂച്ചറിൽ ഉണ്ടാവാണ്ടിരിക്കാം, എന്നാലും അത് റെക്കോർഡ് ചെയ്യണമെന്നില്ല ഇപ്പോൾ. പക്ഷേ നമുക്കൊരു ചെറിയൊരു ചാൻസ് ലോസ് ഉണ്ടാവാൻ ചെറിയൊരു ചാൻസ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അത് റെക്കോർഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് പ്രോഫിറ്റ് ചിലപ്പോൾ ഉണ്ടാവാണ്ടിരിക്കാം, പക്ഷെ അത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട, അത് നമ്മുടെ കൺസേൺ അല്ല. പക്ഷെ ലോസ് ഉണ്ടാവാൻ ചെറിയൊരു ചാൻസ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതാണ് പറയുന്നത് ആന്റിസിപ്പേറ്റ് ലോസസ് നോട്ട് ദ പ്രോഫിറ്റ്. അപ്പൊ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ലോസിന് നമ്മൾ ചെറിയൊരു ചാൻസ് ആണെങ്കിൽ പോലും നമ്മൾ ഇപ്പൊ റെക്കോർഡ് ചെയ്യണം. പ്രോഫിറ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു സെന്റൻസ് എന്തായാലും പഠിച്ചു വെക്കണം. അപ്പോൾ കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൂഡൻസ് കോൺസെപ്റ്റ് സെയിം ആണെന്നുള്ളത് ആദ്യം പഠിക്കണം. ആൻഡ് ഒഴിച്ചുവിടാനാവാത്തതാണ് ഈ ഒരു സെന്റൻസ്. ഇത് എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. നെക്സ്റ്റ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് ആണ്. The concept of materiality requires that accounting should focus on material fact. അതായത് നമ്മുടെ ഇപ്പോൾ കമ്പനിയിൽ ചിലപ്പോൾ മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ട് ഉണ്ടാവും, ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ട് ഉണ്ടാവും. അതിൽ ഇമ്മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ നിസ്സാരമായിട്ട് കാണാവുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. ദെൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഫാക്ട് ഉണ്ടായിരിക്കും. സോ നമ്മൾ ഇതിൽ എന്ത് റെക്കോർഡ് ചെയ്യണം? മെറ്റീരിയൽ ആയിട്ടുള്ള വലിയ ഫാക്ട്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ചെറിയ നിസ്സാരമായിട്ടുള്ളത് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ പോലും വലിയ സംഭവങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം. മെറ്റീരിയൽ ഫാക്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യണം. അപ്പൊ ഇതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട വേർഡ് മെറ്റീരിയൽ ഫാക്ട്സ് ആണ് കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. The concept of objectivity requires that accounting transaction should be recorded in an objective manner. അതായത് എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ഒബ്ജക്റ്റീവ് മാനറിൽ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട് എന്നാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. ഫ്രീ ഫ്രം ബയാസ് ഓഫ് അക്കൗണ്ടൻസ് ആൻഡ് അതേഴ്സ്. അതായത് അക്കൗണ്ടൻസിനോ അല്ലെങ്കിൽ അതർ പേഴ്സൺസിനോ ബയാസ്, അതായത് എന്താ പറയാ, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിക്ക് ആവരുത്. എല്ലാതും എന്തിൽ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്? ഒബ്ജക്റ്റീവ് മാനറിലായിരിക്കണം. അതിൽ ബയാസും ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല, ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ല. ഒബ്ജക്റ്റീവ് മാനറിലായിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 13 കോൺസെപ്റ്റ് ആണ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ്. നമ്മൾ അക്കൗണ്ടൻസി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ 13 കോൺസെപ്റ്റും ഫോളോ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 13 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് ഓരോ ഷോർട്ടാക്കി ഷോർട്ട് നോട്ട് പോലെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സെയിം കണ്ടന്റ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാവുന്നതാണ്. സോ ഇതെല്ലാവരും ഫോളോ ചെയ്യണം. ഇനി ഇതിൽ ഒരു GSTയുടെ ഒരു പോർഷനും കൂടി ഈ ചാപ്റ്ററിൽ പെൻഡിങ് ഉണ്ട്. അത് നമ്മൾ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്